ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 254. ഒരിക്കൽ കൂടി ദൈവഭക്തിയുടെ മർമ്മം വെളിപ്പെടുത്തട്ടെ. 3:16. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളിടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതാവണ്ണം വലുതാകുന്നു. പൗലോസിൻ്റെ ഒരു ഗാനശകലം തന്നെയാണ് ഈ വരികൾ. ക്രിസ്തുവിൻ്റെ ജഡത്തിലെ വെളിപ്പാട് മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ വിശദമാക്കുന്നത്. ക്രിസ്തീയ സ്വഭാവനിഷ്ഠയുടെയും വിശുദ്ധിയുടെയും രഹസ്യം മനുഷ്യ ശരീരം ധരിച്ച് ദൈവിക പൂർണ്ണതയിൽ ജീവിച്ച ക്രിസ്തുവിലാണെന്നുള്ള സത്യം ഈ വാക്യത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ മർമ്മം എന്നിവിടെ പറയുന്നതും ഇവിടെ ഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നതും ഒരേ ആശയമാണ്. അത് ക്രിസ്തുവാണ്. ഈ മർമ്മം പഴയ നിയമകാലത്ത് വെളിപ്പെടുത്താതെ പുതിയ നിയമകാലത്ത് പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും മുഖാന്തരം വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജഡത്തിലെ വെളിപ്പാട് മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആഴം അളക്കാൻ കഴിയാത്ത ക്രിസ്തുവിൻ്റെ മഹത്വമാണ് ഈ 6 വരികളുള്ള ഈ ഗാനം. സുവിശേഷത്തിൻ്റെ സാരാഗ്രഹം ഈ വരികളിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ വ്യക്തമാക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നാനസമയത്തും മറുരൂപമലയിലും വെച്ചാണ് ദൈവം ക്രിസ്തുവിനെ ആത്മാവിനാൽ നീതീകരിച്ച് പ്രഖ്യാപിച്ചത്. മരുഭൂമിയിൽ വെച്ച് സാത്താൻ പരീക്ഷിച്ചപ്പോഴും, ഗതസമന തോട്ടത്തിൽ വെച്ച് പ്രാണവേദനയായപ്പോഴും, സ്വർഗാരോഹണ വേളയിലും ദൂതന്മാർ പ്രത്യക്ഷപ്പെടുന്നതായി നാം കാണുന്നു. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടതും ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടതും തേജസ്സിൽ എടുക്കപ്പെട്ടതുമെല്ലാം ക്രമാനുഗതമായി നടന്ന സംഭവ പരമ്പരകളാണ്. ഇങ്ങനെ ഈ വരികൾ ക്രിസ്തുവിൽ അത്ഭുതകരമായ നിലയിൽ അനാവരണം ചെയ്യുന്നു. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബങ്ങളിലും സഭാമണ്ഡലത്തിലും ദൈവഭക്തിയുടെ ഈ മർമ്മം മുഴങ്ങി കേൾക്കട്ടെ. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവും തെളിവായി പറയുന്നുവെന്ന് പൗലോസ് എഴുതുന്നു. പുരാതന കാലങ്ങളിൽ വ്യാജാത്മാക്കളും ഭൂതങ്ങളുടെ ഉപദേശവും നിലനിന്നിരുന്നു, ഇപ്പോഴുമുണ്ട്. പൈശാചിക സേവ മൂലം മരിച്ചുപോയവരുടെ ആത്മാക്കളെ വരുത്തുകയും സംസാരിപ്പിക്കുകയും ചെയ്യുന്ന തട്ടിപ്പ് പദ്ധതി ഇന്നും അതെ നിലനിൽക്കുന്നു. മനുഷ്യ മാധ്യമങ്ങളിലൂടെ ദുരാത്മാക്കളിൽ നിന്നും സന്ദേശം സ്വീകരിക്കുന്നതിനെ ചാനലിംഗ് എന്നാണ് വിളിക്കുന്നത്. പാശ്ചാത്യ നാടുകളിൽ ഈ പ്രവണത വർദ്ധിച്ചു വരികയാണ്. ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ പലരും ഇങ്ങനെയുള്ള വ്യാജാത്മാക്കളെയാണ് ആശ്രയിക്കുന്നത്. മരിച്ചുപോയവരുടെ ശബ്ദം അതേ നിലയിൽ അനുകരിക്കുവാൻ ഈ വ്യാജാത്മാക്കൾക്ക് കഴിയുന്നതുകൊണ്ട് അനേകരെയും വഞ്ചിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നുമുണ്ട്. പരേതാത്മാക്കളെ ബന്ധപ്പെടുവാൻ വേണ്ടി അതിൻ്റെ സംഘാടകർ അമിതമായ ഫീസാണ് വിദേശങ്ങളിൽ ഇക്കാര്യത്തിന് വേണ്ടി ഈടാക്കി വരുന്നത്. ഏകദേശം മണിക്കൂറിന് $250 ഈടാക്കുന്നുണ്ട്. ഇന്ത്യയിലെ നിരക്കും മോശമല്ല. മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്ന് തിരുവചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന് 27 മുതൽ 31 വാക്യങ്ങളിലാണ്. പക്ഷേ ഈ ഭൂതാത്മാക്കൾ മരിച്ചുപോയവരുടെ ആത്മാക്കളായി ഭാവിച്ച് ജീവിച്ചിരിക്കുന്നവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരെയാണ് പൗലോസ് ഈ 4-ാം അധ്യായത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത്. ഇവിടെ പറയുന്ന ഭാവി കാലം, ആ ശൈലി കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിനും 2ാം വരവിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തെയാണ് അർത്ഥമാക്കുന്നത്. കൂടാതെ ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് പറയുന്നത് AD 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. അത് അന്ധകാരയുഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോസ്തലൻ പറയുന്നത് പോലെയുള്ള വിശ്വാസത്യാഗം സംഭവിച്ച കാലഘട്ടം തന്നെയായിരുന്നു അത്. അക്കാലത്താണ് ബൈബിൾ വായിക്കരുതെന്ന് പാപ്പാധിപത്യം വിലക്കിയത്. ദൈവവചന സത്യങ്ങളുടെ സ്ഥാനത്ത് പാരമ്പര്യങ്ങളും ഐതിഹ്യങ്ങളും കെട്ടിപ്പൊക്കി സാധാരണ ജനത്തെ വഞ്ചിക്കാൻ അവർ വ്യഗ്രത കാണിച്ചു.